ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ഒരു ചെടി എന്താണെന്ന് അറിയില്ല. പക്ഷേ നമ്മളെപ്പോലെ എന്നെപ്പോലെ പ്രായമായവർക്കൊക്കെ ഈ ഒരു ചെടി എന്താണെന്ന് നല്ലവണ്ണം അറിയുമായിരിക്കും. ഇത് കാട്ടിലൊക്കെയാണ്, എല്ലായിടത്തും കാട്ടിലാണ് കാണുന്നത്. പക്ഷേ ഞാൻ ഇവിടെ ഒരു തനിയെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം നുള്ളിയെടുക്കുകയാണിത്. പണ്ടുള്ളവർ ധാരാളമായി കഴിക്കുന്ന, പക്ഷേ ഇപ്പോഴുള്ളവർ അത് ഒട്ടും നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നില്ല. ഇത്തരം ഇലക്കറികളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് ആരും പരിഗണിക്കുന്നില്ല. അതിൻ്റെ പേരാണ് തവര എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഞാനിതിൻ്റെ ഇല കുറച്ച് നുള്ളിയെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ചീരയും മറ്റ് പയറിലയും ഒക്കെ കൂട്ടിയും വെക്കാം, തനിയെയും വെക്കാം, അത് മാത്രമായിട്ടും വെക്കാം. അപ്പോൾ ഇവിടെ ഒരു മുട്ടാമുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു. അപ്പോൾ 2 മുട്ടാമുളക് കിട്ടി. അപ്പോൾ അത് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇലകളൊക്കെ അതിൻ്റെ ഇങ്ങനെ പുഴുക്കളൊക്കെ, നല്ല മഴ കാരണം പുഴുക്കളൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഇനിയിപ്പോൾ നല്ല നല്ല ഇലകൾ കിട്ടുന്നത് നുള്ളി കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ മൂത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ചീരയിലും അങ്ങനെ പൂ വന്നിട്ടുണ്ട്. പൂവൊക്കെ നുള്ളിക്കളയേണ്ടതായിരുന്നു, പക്ഷേ എനിക്കതൊക്കെ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കളഞ്ഞെങ്കിൽ നല്ല ഇലകൾ, നല്ല നല്ല ഇളം ഇലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ ഇലകൾ വന്ന് നല്ല രീതിയിൽ അത് നിന്നോളും. പക്ഷേ പൂക്കൾ നുള്ളി കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ മൂത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചെടി ഉണ്ടെങ്കിൽ, ചീരയുടെ ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇലകൾ നുള്ളി കറി വെക്കാം. ഇപ്പോൾ കർക്കിടക മാസത്തിലെല്ലാം ധാരാളം ഇലക്കറികളും അതുപോലത്തെ മരുന്നുകളും ഒക്കെ കഴിക്കേണ്ട ഒരു സമയമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇലക്കറികൾ ഉണ്ടാകണമെങ്കിൽ അപ്പോൾ ധാരാളം ഇങ്ങനെ ഉണ്ടാവണ്ടേ. അപ്പോൾ ഇവിടെ ഒരു കടലാസ് പൂവിൻ്റെ തൈ ഞാൻ ചെറിയൊരു ചട്ടിയിൽ നട്ടത്. ഇപ്പോൾ അത് അങ്ങ് വേര് താഴ്ന്നു പോയി, അത് വലുതായിട്ടുണ്ട്. പിന്നെ അത് കടലാസ് ചെടി എനിക്ക് അങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതിങ്ങനെ മുള്ളൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ഒരു ചീര ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്, നല്ല രീതിക്കത് നല്ല. അപ്പോൾ 1-2 ചെടികൾ മാത്രം മതിയാവും നമുക്ക് വർഷകാലത്ത്. ഇങ്ങനെ ഇഷ്ടം പോലെ ഇലകൾ എന്നുള്ള ചീരയുടെ ചെടി, അതേപോലെ തവരച്ചെടി ഒക്കെ 1-2 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംമാതിരി ഇലകൾ എന്നുള്ള. അപ്പോൾ കറി വെക്കാനായി നമുക്കിങ്ങനെ പരക്കം പായേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇലകൾ കിട്ടിയാൽ നമുക്ക് ഉച്ചക്കത്തേക്ക്